ഏറെ നാളത്തെ ഇന്തോനേഷ്യൻ യാത്രയ്ക്ക് ശേഷം ഇന്നുണ്ടല്ലോ മടക്കമാണ് നമ്മളുടെ. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരാളെ കാണിച്ചു തരാവേ. ഹലോ, ഹൗ ആർ യു ജാക്കിയ? ഫൈൻ. കഴിഞ്ഞ തവണ നമ്മൾ ഇന്തോനേഷ്യയിൽ വന്നപ്പോൾ നമ്മളെ ഇവിടുത്തെ ഗ്രാമങ്ങളിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോയ ജാക്കിയ ഇത്തവണ വീണ്ടും നമ്മളെ കാണാനായിട്ട് വന്നു കേട്ടോ. അവസാന ദിവസം യാത്ര പറയാനായി. ജാക്കിയ ആക്ച്വലി ഉണ്ടല്ലോ ഇന്നിപ്പം ഒരു ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തങ്കരങ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് അടുത്താണ്, ഇവിടെ നിന്നൊരു 10-15 മിനിറ്റ് എയർപോർട്ടിലെത്തും. അപ്പോൾ എന്നെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. എന്തായാലും വീണ്ടും ജാക്കിയനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇത്തവണയും എനിക്കൊരു ക്യാപ്പൊക്കെ ഗിഫ്റ്റായി വാങ്ങിക്കൊണ്ടാണ് കേട്ടോ ജാക്കിയ വന്നത്. ഇനിയിപ്പോൾ എന്നെ നേരെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യും. താങ്ക് യു, തെർമക്കാസി, സീ യു അഗെയിൻ. ഓക്കെ, ബൈ ബൈ. ഇതാ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ജാക്കിയ വീണ്ടും പോയി. ഗേറ്റ് 3 കേട്ടോ നമ്മളുടെ. ഞാൻ ശ്രീലങ്കൻ എയർലൈനാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഇന്നത്തെ യാത്രയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. ജക്കാർത്തയിലെ ടെർമിനൽ 3 കേട്ടോ നമുക്ക് വരേണ്ടിയിരുന്നത്. ശ്രീലങ്കൻ എയർലൈൻസിലാണ് ഞാൻ ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞു. എന്താണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 മണിക്കൂർ ഇനിയിപ്പോൾ നമുക്ക് കൊളംബോയിൽ ഹാൾട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബോർഡിങ്ങിൻ്റെ പരിപാടി, അത് ചെക്കിനൊക്കെ കഴിഞ്ഞു, ബോർഡിംഗ് പാസ് കിട്ടി. ഇനിയിപ്പോൾ നേരെ നമുക്ക് എമിഗ്രേഷനിലേക്ക് നടക്കാം. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഒരു മലയാളിയെയും പിന്നെ ഒരു ബാംഗ്ലൂരുകാരനെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു. അവർ ശരിക്കും ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ്. അതായത് ഇവിടെ നിന്ന് പല സാധനങ്ങൾ, അതായത് സ്പൈസസ്, പിന്നെ കുറേ പല സാധനങ്ങളും നാട്ടിലോട്ട് കൊണ്ടുപോയിട്ട് നാട്ടിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ. അപ്പോൾ ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാർ ഇവിടെ വരലുണ്ട് കേട്ടോ. ഇന്തോനേഷ്യയിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പലരും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഇതുപോലുള്ള സാധനങ്ങളുടെ കയറ്റിറക്കുമതികൾക്കൊക്കെ നല്ല സാധ്യതയുണ്ട് കേട്ടോ. നമ്മളുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള പല ആളുകളും അതുപോലെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ നമ്മളുടെ എമിഗ്രേഷൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു, എക്സിറ്റ് അടിച്ചു. കഴിഞ്ഞ തവണത്തെ പോലെ ഡേറ്റ് ഒന്നും മാറിയിട്ടില്ല, കറക്റ്റ് ഡേറ്റ് ആയിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ വന്ന് ഒരു ദിവസത്തെ ഓവർസ്റ്റേക്ക് ഫൈൻ കൊടുത്ത കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നല്ല ഫൈനാണ് കേട്ടോ, ഏകദേശം 5000 രൂപയ്ക്ക് മേലെ, അത് 1 മില്യൺ റുപ്പീസ് ആണ് ഇവിടെ ഫൈൻ എന്ന് പറയുന്നത്. അത് ഒരു ദിവസത്തേക്ക് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്തോനേഷ്യയിൽ വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പോവുക. ഇല്ലെങ്കിൽ ഓവർസ്റ്റേക്ക് നല്ല റേറ്റാണ് ഇവിടെ. വന്നിറങ്ങുന്നുണ്ടല്ലോ കോസ്മെറ്റിക് ഐറ്റങ്ങളുടെ വലിയൊരു കൗണ്ടർ ഏരിയയിലേക്കാണ് കേട്ടോ. ഏതൊക്കെയോ ലോകത്തിലെ ബ്രാൻഡുകളുടെ വിവിധ തരം സാധനങ്ങളെ. അതിഗംഭീരവും വിപുലവുമായിട്ടുള്ള ഒരു എയർപോർട്ടാണ് കേട്ടോ ജക്കാർത്തയിലുള്ളത്. കൂടാതെ ഇന്തോനേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പട്ടണവും പെട്ടെന്ന് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പട്ടണങ്ങളിൽ ഒന്നുമായിട്ട് ഇന്തോനേഷ്യയുടെ ജക്കാർത്ത മാറുന്നുണ്ട് കേട്ടോ. നമുക്ക് അധിക നേരത്തിൻ്റെ കാത്തിരിപ്പൊന്നും വേണ്ടി വന്നില്ല. ശ്രീലങ്കൻ എയർലൈൻസിലാണ് നമ്മൾ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ബോർഡിങ് തുടങ്ങി. ഞാൻ ഇതിൻ്റെ അത് കയറുന്ന സമയത്ത് എനിക്ക് വിൻഡോ സീറ്റ് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ആയിക്കോട്ടെ, എമർജൻസി എക്സിറ്റിൻ്റെ അവിടെ തന്നെ തരാം എന്ന് പറഞ്ഞ് അങ്ങനെ കാലൊക്കെ നീട്ടി വെക്കാൻ വേണ്ടിയിട്ട് കണ്ടെങ്കിൽ നല്ല വിശാലമായിട്ടുള്ള ഒരു സ്ഥലം കിട്ടി. പക്ഷേങ്കിലേ ഇവിടെ വിൻഡോ നിങ്ങളൊന്ന് പറ. എന്നെ തേച്ചതാണ് കേട്ടോ, തേച്ചതാ. ശരിക്കും വിൻഡോ ഉണ്ടെങ്കിൽ എന്താ അവിടെ കാണുന്ന ചെറിയ തുള, അതാണ് വിൻഡോ ഈ ഒരു എമർജൻസി എക്സിറ്റിനെ. ഇവിടെ ഈ ഒരു സാധനം ഞാൻ കാണാൻ. ഇനി അഥവാ എനിക്ക് എമർജൻസി ആയിട്ട് ഡോറ് തുറക്കേണ്ട വന്നെങ്കിലോ അതിനുള്ള ആ ഒരു ബുക്കൊക്കെ എടുത്ത് ഞാൻ പഠിച്ചു. ആ ഒരു സമയം കൊണ്ടുണ്ടല്ലോ നമ്മളുടെ മുമ്പിലുള്ള ആ ഒരു സ്ക്രീനിൽ എങ്ങനെയാണ് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ ശരിക്കും ആളുകൾ വന്ന് കാണിച്ചു തരുമല്ല, ഇതിൻ്റെ അകത്ത് വീഡിയോ തന്നെയാണ് കേട്ടോ പ്ലേ ചെയ്യുന്നത്. ഈ വീഡിയോ പ്ലേ ചെയ്യുന്നതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് ഞാൻ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീലങ്ക പ്യൂർലി ടൂറിസത്തിനെ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന ഒരു രാജ്യമാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അവിടുത്തെ ഓരോ ടൂറിസം സ്പോട്ടും ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇവർ ആ ഒരു ഇൻസ്ട്രക്ഷൻ വീഡിയോ ഉണ്ടാക്കിയേക്കുന്നത്. ശരിക്കും ഈ ഒരു വീഡിയോ ഈ ഒരു പ്ലെയിനിലിരുന്ന് കാണുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ശ്രീലങ്ക ഒന്ന് വിസിറ്റ് ചെയ്താൽ കൊള്ളാമല്ലോ എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാക്കും കേട്ടോ. ആ ഒരു രീതിയിൽ ശരിക്കും എന്തുകൊണ്ടും അത് ഭയങ്കര വലിയ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ കേരള ടൂറിസത്തെയും ഇതുപോലെ തന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ നോക്കിയിട്ട് സർവീസ് നടത്തുന്ന ഫ്ലൈറ്റുകളിൽ ശരിക്കും നമ്മൾ എന്താ പറയുക ഫീച്ചർ ചെയ്യേണ്ടതാണ് കേട്ടോ. നമുക്ക് ശരിക്കും ഇൻ്റർനാഷണലി ഇതുപോലുള്ള ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ടാണ് മത്സരിക്കേണ്ടത് കേരള ടൂറിസം. കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവുള്ള എന്നാലും നല്ല രീതിയിലുള്ള സർവീസൊക്കെയുള്ള ഫുഡ്, അതുപോലെ തന്നെ അൺലിമിറ്റഡ് ലിക്കർ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി സർവീസ് തന്നെയാണ് കേട്ടോ ഈ ഒരു ശ്രീലങ്കൻ എയർലൈൻസിൻ്റെത്. അങ്ങനെ കുറച്ചധികം നേരം ഏകദേശം 4 മണിക്കൂറോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ നമ്മളങ്ങനെ കൊളംബോയുടെ ആ ഒരു ആഘോഷത്തേക്ക് എത്തിച്ചേർന്നു.
ഈവനിങ്ങോട് കൂടിയാണ് കേട്ടോ നമ്മൾ എത്തിയത്. 15,000 രൂപ അടുപ്പിച്ചാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഫ്ലൈറ്റിൻ്റെ റേറ്റ് വന്നത് കൊച്ചി വരെയുള്ളത്. അങ്ങനെ നമ്മൾ കൊളംബോ എയർപോർട്ടിലേക്ക് കാലുകുത്തി. ഇനിയുള്ള ഏതാനുമല്ല 14 മണിക്കൂറുകൾ നമ്മളിതാ ഈ ഒരു എയർപോർട്ടിലാണ് കേട്ടോ കഴിയേണ്ടത്. ജക്കാർത്ത എയർപോർട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൊളംബോ എയർപോർട്ട് ചെറിയൊരു എയർപോർട്ട് തന്നെയാണ്. എന്നാൽ അത്യാവശ്യം ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ഫ്ലൈറ്റുകൾ ഇവിടേക്ക് വരാറുണ്ട്. പ്രധാനമായിട്ടും ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു എയർപോർട്ടാണ് ഈ ഒരു കൊളംബോ എയർപോർട്ട് എന്ന് പറയുന്നത്. ഇനിയുള്ള 14 മണിക്കൂർ ഞാൻ കഴിച്ചു കൂട്ടേണ്ടത് ഈ ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിലാണ്. ഞാൻ ശ്രീലങ്കയിലേക്ക് കയറാനുള്ള ETF ഫോമോ വിസയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. നമ്മുടെ ഉണ്ടല്ലോ ഫ്ലൈറ്റിൻ്റെ ആ ഒരു ചാർട്ട് പോലും ഇടാറുള്ളതായിട്ടില്ല. ഈ ഒരു ഭാഗം ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇഷ്ടം പോലെ ഗേറ്റുകൾ ഇങ്ങനെ വെച്ചിട്ട്. നാളെ രാവിലെ 7:05 ബോർഡിങ് വരുന്നത്. ഇപ്പം സമയം വന്നിട്ട് 5:30 ആയിട്ടുള്ളൂ കേട്ടോ ഇവിടുത്തെ സമയം. അപ്പം ഇനി ഉള്ള മണിക്കൂറുകൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നടക്കണം. ഇവിടെ ഇങ്ങനെ നടക്കാനുള്ള വഴികളുണ്ട്. അതുകൂടാതെ അവിടെ റെസ്റ്റ് ഏരിയ പോലത്തെ എന്തൊരു ഏരിയ കാണുന്നുണ്ട്. അത് കൂടാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്പുകളും മറ്റൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം മുമ്പോട്ടേക്ക് നടക്കട്ടെ. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം സമയം പോകാൻ വേറെ എന്തെങ്കിലുമൊക്കെ വഴി വേണ്ടേ അല്ലേ? ഇവിടെയൊക്കെ ഈ നടക്കുന്ന വഴിയിലുണ്ടല്ലോ ഈ ഒരു വെർട്ടിക്കൽ ഗാർഡൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ലൈറ്റപ്പൊക്കെ ചെയ്ത് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ എക്സിക്യൂട്ടീവ് ലോഞ്ചൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ എൻ്റെ കയ്യിലുള്ളത് HDFCയുടെ കാർഡാണ്. എൻ്റെ കാർഡിന് എന്തായാലും അവർ മുമ്പുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ആക്സസൊക്കെ. ഇപ്പോൾ അവരതെല്ലാം വെട്ടിക്കുറച്ച് വളരെ പ്രീമിയം ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ദിസ് ഈസ് നോട്ട് ഫെയർ HDFC. അവിടെ മുതൽ ഇങ്ങോട്ടേക്ക് നടന്ന് ഞാൻ നോക്കിയതുണ്ടല്ലോ ഈ കിടക്കുന്ന ടൈപ്പ് ഈ ഒരു കട്ടിൽ ടൈപ്പ് സാധനങ്ങളുണ്ടാവും. അങ്ങനെയുള്ള എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ കാണാനില്ല. ഇവിടെ ഉണ്ടല്ലോ ഈ ബോർഡ് ഉണ്ടെങ്കിൽ ട്രാൻസിറ്റിന് വേണ്ടിയിട്ട് റൈറ്റിലോട്ടും അതുപോലെ തന്നെ അറൈവൽസിന് വേണ്ടിയിട്ട് ഇടത്തേക്കും എന്നുള്ളത്. നമുക്കന്നേരം ഇപ്പോൾ അങ്ങോട്ട് അധികം ആക്സസ് ഇല്ല. ഇവിടുത്തെ സൈഡിലേക്ക് ആക്സസ് ഉള്ളൂ. ഇവിടെ വരുന്ന ആളുകൾക്കുള്ള സിമ്മ് കിട്ടുന്ന സ്ഥലം ഇവിടെയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ വേണമെങ്കിൽ എടുത്തിട്ട് പോകാമല്ലോ. നമുക്ക് അങ്ങ് ദൂരമായിട്ട് നമുക്ക് ഇമിഗ്രേഷൻ്റെ കണ്ട ഓഫീസുകൾ കാണുന്നുണ്ട്. നമുക്കെന്തായാലും വിസ കാര്യങ്ങളൊന്നുമില്ല. വിസ അല്ല, ഇവിടെ ഒരു ഫോം ഫില്ല് ചെയ്താൽ മതി. നമുക്ക് ഇന്ത്യക്കാർക്ക് പോകാൻ പറ്റും. പക്ഷേ ഞാൻ ആ ഫോമൊന്നും ഫില്ല് ചെയ്തിട്ടില്ല. കാരണം 7:05 ബോർഡിംഗ് എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റില്ല. ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ വരേണ്ടി വരും. 5 മണിക്കൊക്കെ പുലർച്ചയ്ക്ക് എണീറ്റ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ അതിലും ബെറ്റർ ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ വേറെ പ്ലാനുകളൊന്നും ചെയ്യാത്തത്. ഇതാണ് നമുക്ക് പോകാനുള്ള വഴി. എന്തായാലും ഇതുവഴി നടന്നിട്ട് ഫുഡിൻ്റെ ഐറ്റംസൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതെന്ന് നമുക്ക് നോക്കി നോക്കാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇവിടെ കുറേ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ശ്രീലങ്ക ശരിക്കും ലാൻഡ് ഓഫ് സ്പൈസസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അതിൻ്റേതായ ഇവിടെ മെയിനായിട്ട് അണ്ടിപ്പരിപ്പൊക്കെയാണ് കേട്ടുള്ളത്. അങ്ങനെയുള്ള പല സാധനങ്ങളും ഇവിടെ കാണാം കേട്ടോ. നമുക്ക് നൈസ് നല്ല രീതിയിൽ പാക്കൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ നിരത്തിയിട്ട കസേരകൾ കാണുന്നുണ്ട് ഇരുമ്പിൻ്റെ. അതിലേതെങ്കിലും ഒന്ന് ചുരുണ്ട് കൂടാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇവിടെ പിന്നെ ഇത് കണ്ടെങ്കിൽ ബോർഡുകളൊക്കെ തമിഴിലും ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഇവരുടെ ഭാഷയിലും സിംഹള ഭാഷയിലുണ്ട്. ബ്രെഡൊക്കെ കൊടുക്കുന്ന ഷോപ്പ് കൂടിയുണ്ട്. ഓരോ ഷോപ്പുകളും ഞാൻ നോക്കി വെക്കുകയാണ്. റേറ്റാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. നോക്കട്ടെ. BLT $9 $10 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. $10 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 800-900 രൂപ വന്നു കേട്ടോ. ഇതിവിടെ ഒരു ഡയമണ്ടിൻ്റെ ഒരു ജ്വല്ലറി ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ശ്രീലങ്ക ഇതുപോലെ രത്നങ്ങൾ കുഴിച്ചെടുക്കുന്ന അതായത് രത്നമാണ്. രത്നങ്ങൾ കുഴിച്ചെടുക്കുന്ന ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ഒരു കൺട്രിയാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. ആദ്യം വന്നിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലുള്ള ഷോപ്പുകൾ ഇങ്ങനെ തപ്പി നടക്കുന്നത് ചായപ്പൊടിയുടെയാണ് കേട്ടോ. അതൊരു ഭയങ്കര കൗതുകമുള്ളൊരു പരിപാടിയാണ്. ഇതുണ്ടല്ലോ മസാജ് സെൻ്ററാണ്. അതായത് നമ്മളുടെ ബോഡി മസാജ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തു കൊടുക്കും. ദീർഘമായ യാത്രകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എന്തുകൊണ്ടും നല്ലതാണ്. ഇവിടെ നിങ്ങളുടെ ഇനിയിപ്പം ഫാഷൻ്റെ അതുപോലുള്ള സാധനങ്ങളുടെയൊക്കെ സെൻ്ററാണ്. അപ്പോൾ അത് കുറച്ചും കൂടി വലുപ്പമുണ്ട്. ഞാൻ അവിടെ ആ ഒരു ഗേറ്റുകളുടെ ഭാഗത്ത് വന്നിറങ്ങിയപ്പം ദൈവമേ ഒട്ടും വിശാലത ഇല്ലല്ലോ എന്ന് തോന്നി. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ. ഹായ് ഡ്യൂട്ടി ഫ്രീ. നടന്നേ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ഞാനൊരു കാഴ്ച കണ്ടു. സ്ലീപ്പിംഗ് പോഡ്സ് കണ്ടങ്ങൾ. അതായത് ഇത് അതുപോലത്തെ പോഡ് ടൈപ്പ് റൂംസ്. അപ്പം അതിന് 20 മിനിറ്റിന് $5, 3 മണിക്കൂർ നേരത്തേക്ക് $25 എന്ന് പറയുമ്പോഴത്തേക്കും
എത്ര 2000 രൂപ. ഡോളറുകൾ വിലയുള്ള സ്ലീപ്പിംഗ് പോഡ് വേണ്ട, ഈ ഒരു ഇരുമ്പ് കസേരയിൽ തന്നെ ഇന്നത്തെ രാത്രി തള്ളി നീക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉറങ്ങിയില്ല എന്നൊക്കെ വരുത്തി തീർത്ത് പിറ്റേന്ന് അതിരാവിലെ തന്നെ അലാം വെച്ച് എണീറ്റ് ചെറുതായി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞാനിതാ വീണ്ടും നമ്മളുടെ കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വേറെയും ആളുകൾ വന്നു വെയിറ്റിംഗ് ആണ്. ഇവിടെ നിന്നും ഒരു മണിക്കൂറിന് മേലെ ഉള്ള യാത്ര മാത്രമേ ഉള്ളൂ കൊച്ചിയിലേക്ക്. എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മൾ അവിടേക്ക് എത്തിച്ചേരും. പിന്നെ എയറോ ബ്രിഡ്ജൊന്നുമില്ല, നമ്മൾ ബസ്സിന് തന്നെ കയറി വേണം വിമാനത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. ഇതും നമ്മളുടെ ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ തന്നെ വിമാനമാണ്. ഇതിലെന്തായാലും ഉണ്ടല്ലോ എനിക്ക് ശരിക്കുള്ള വിൻഡോ സീറ്റ് തന്നെ കിട്ടി. ഞാനത് പ്രത്യേകം ചോദിച്ചിരുന്നു. ഭാഗ്യം, അവരെന്നെ പറ്റിച്ചില്ല. ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ തന്നെ വേറെയും ഫ്ലൈറ്റുകൾ ഇവിടെ ടാക്സി ബേയിൽ കിടപ്പുണ്ട്. ഈ ഒരു കൊളംബോ എയർപോർട്ട് തന്നെയാണ് ഇവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതുകൂടാതെ വേറെ പ്രൈവറ്റ് ജെറ്റുകളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ടേക്ക് ഓഫിനുള്ള ടൈമായി. നമുക്ക് മുമ്പിലായിട്ട് നമ്മളുടെ ഈ എയർ ഇന്ത്യയുടെ മറ്റൊരു ഫ്ലൈറ്റ് കൂടി പോകുന്നുണ്ട്. അതാണ് കേട്ടോ ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യുന്നത്. അതിന് ശേഷം അതിന് പുറകെയാണ് നമുക്കും പോകാനുള്ളത്. ഖത്തർ എയർവേസിൻ്റെയൊക്കെ ഫ്ലൈറ്റ് ഇതാ എയർപോർട്ടിലേക്ക് വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ അകത്ത് നമ്മളുടെ ഗൾഫ് നാടുകളിൽ നിന്നുള്ള മലയാളികളും ഉണ്ടാവും. ശരിക്കും അവരിങ്ങനെ ഇവിടെ നിന്ന് കണക്ഷൻ എടുത്ത് കൊച്ചിയിലേക്കും കോഴിക്കോടേക്കൊക്കെ വരാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ എയർ ഇന്ത്യ വിമാനം പറന്നു പൊങ്ങി. ഇനി നമ്മളുടെ ഊഴമാണ്. കുതിച്ചു പാഞ്ഞ് നമ്മളുടെ വിമാനവും ആകാശത്തേക്ക് എത്തിച്ചേർന്നു. ചെറിയ മേഘപടലങ്ങളൊക്കെ നമുക്ക് താഴെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ ഇന്ത്യയെയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു കടൽ ഭാഗം കടന്ന് അപ്പുറം കാണുന്നത് നമ്മളുടെ ഇന്ത്യയുടെ കരഭാഗമാണ്. തമിഴ്നാടിന് മേലെ കൂടി പറന്ന് ഈ കാണുന്ന പശ്ചിമഘട്ടം കൂടി കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ മണ്ണിലേക്ക് എത്തും. ഈ ഒരു കാണുന്ന മേഘങ്ങളൊക്കെ മൂടി നിൽക്കുന്നത് നമ്മളുടെ കേരളത്തിൻ്റെ ആകാശമാണ് കേട്ടോ. ശരിക്കും കേരളത്തിനെ ആകാശത്ത് നിന്ന് കാണാനും വളരെയധികം രസമാണ്, ഭംഗിയാണ് കേട്ടോ. ഇടുക്കിയിലോ അതോ പത്തനംതിട്ടയിലോ ഉള്ള ഏതോ ഒരു മലയോര പട്ടണത്തിൻ്റെ ആകാശ കാഴ്ചയൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മുടെ ശ്രീലങ്കൻ എയർലൈൻസ് പറന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തി. എല്ലാവരും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള തിരക്കൊക്കെയാണ്. കുറേ അധികം നാളുകൾക്ക് ശേഷം തിരിച്ച് കേരളത്തിൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്ന് കേട്ടോ. സുന്ദരമായിട്ടുള്ള കൊച്ച് നമ്മളുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട്. അങ്ങനെ എമിഗ്രേഷനിൽ പോയി ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞു നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ നിന്ന് നമ്മളുടെ മെട്രോയിനെ കണക്ട് ചെയ്തുകൊണ്ട് ഓടുന്നൊരു ബസ്സുണ്ട്. അന്നേരം ആ ഒരു ബസ്സിൽ ഞാൻ നേരെ ആലുവ എത്തി. അവിടെ നിന്ന് നേരെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇനിയിപ്പോൾ ട്രെയിൻ പിടിച്ച് നേരെ കോഴിക്കോടേക്കാണ് പോകേണ്ടത്. ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന നമ്മളുടെ സ്റ്റേഷനുകൾക്ക് ഇത്രയും ഭംഗി മതിയോ എന്നുള്ളത് വീണ്ടും നമുക്ക് ചിന്തിക്കാം. എന്തായാലും കേരളത്തിൻ്റെ സുന്ദരമായിട്ടുള്ള ആ ഒരു പ്രകൃതിയിലൂടെ നേരെ കോഴിക്കോടേക്ക് എത്തിച്ചേർന്നു. അവിടെ നിന്നും നേരെ ഞങ്ങൾ അമ്മയും അതുപോലെ തന്നെ ചേച്ചിയും പിള്ളേരും ഒക്കെ ആയിട്ട് മണിപ്പാറയ്ക്ക് പോവുകയാണ്, എൻ്റെ സ്വന്തം നാട്ടിലേക്ക്. സുന്ദരമായിട്ടുള്ള ഈ ഒരു നാട്ടിലേക്കുള്ള പെട്ടെന്നുള്ള മടങ്ങി വരവിന് പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. നമ്മളൊക്കെ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ശാന്തിയും സമാധാനമായിട്ടൊക്കെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷേങ്കിൽ നമ്മൾ ആ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന വീടിന് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ നാട്ടിലെ മാഫിയകൾ, അതായത് ചെങ്കൽ കോറി മാഫിയകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ വീടിനോട് ചേർന്നും അതുപോലെ തന്നെ വലിയ ഒരു പണ കുഴിക്കാനുള്ള ഒരു പരിപാടി ഇങ്ങനെ മാഫിയകൾ ചേർന്ന് നടത്തിയിരുന്നു. നമ്മൾ നിയമപരമായിട്ട് തന്നെ അതിനെ നേരിട്ടു. ആദ്യമേ ഉളിക്കൽ പോലീസ് സ്റ്റേഷനിലാണ് പരാതിപ്പെട്ടത്. അതിനുശേഷം ഇതിന് വേണ്ട രീതിയിലുള്ള ബാക്കിയുള്ള ഇടങ്ങളിലും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പരാതി കൊടുത്ത് ഇതിപ്പോൾ സ്റ്റേ ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത്. നോക്കി നിങ്ങൾ ഓരോ നാട്ടിൻ്റെ ഓരോ അവസ്ഥ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇതൊക്കെ കൊണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീഡിയോകൾ വരാൻ വൈകിയത്. ഞാൻ ഇതിൻ്റെയൊക്കെ പുറകെ ഓട്ടത്തിലായിരുന്നു. ഞങ്ങൾ ചെറുപ്പത്തിൽ നീന്തലൊക്കെ പഠിച്ചിരുന്നത് ഈ പുഴയിലാണ്. അനിയനും ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പുഴയിൽ നമ്മളുടെ ധ്രുവിനെയും അതുപോലെ തന്നെ നിവേനെയൊക്കെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു. അവർക്കും പ്രത്യേകിച്ച് ഒരു പുതിയൊരു അനുഭവമായിരിക്കും. ശരിക്കും പണ്ടുകാലത്ത് നല്ല ആഴം ഉണ്ടായിരുന്ന പുഴയാണ്. ഇപ്പോൾ പിന്നെ മണലൊന്നും മാറാൻ ആരും ഇല്ലാണ്ടായതിനെ തുടർന്ന് പുഴയുടെ ആഴമൊക്കെ കുറഞ്ഞു പോയി കേട്ടോ. ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത വീഡിയോയുടെ പകുതിയിലധികമല്ല, ഒരു 80% ഭാഗം ഇടാൻ പറ്റിയില്ല. കാരണം രണ്ടുപേർക്കും ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡ്രസ്സ് ഇല്ലാത്ത വിഷ്വൽസാണ് അധികം വീഡിയോയിൽ വന്നത്. അത് നമുക്ക് യൂട്യൂബിൽ അങ്ങനെ അധികം കാണിച്ചുകൂടാ. ഈ കാണുന്ന പറമ്പൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ ചെറുപ്പകാലത്ത് ഓടി നടന്ന് കളിച്ച് വളർന്ന ആ ഒരു പറമ്പാണ്. ശരിക്കും ഞങ്ങൾ വരുമ്പോൾ ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു, കടിയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ വന്നിരുന്ന് പറമ്പിലൊക്കെ ഇരുന്ന് കഴിച്ചു. ഇതുകൊണ്ടോ റബ്ബർ തോട്ടങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃഷിയാണ് കേട്ടോ. അങ്ങനെ നിവയ്ക്ക് ആദ്യമായിട്ട് പാളയിൽ എങ്ങനെ യാത്ര ചെയ്യാം എന്നൊക്കെയുള്ള അതൊക്കെ കാണിച്ചു കൊടുത്തു. വരുമ്പം കുറച്ച് പാളയും കൂടി പറമ്പിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ വന്നത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ മണിപ്പാറ തട്ട് എന്ന് പറയുന്നത്. ആളൊക്കെ ഒഴിഞ്ഞ് രാത്രിയിലാണുള്ളത്. പിറ്റേ ദിവസം ഉണ്ടല്ലോ അതിരാവിലെ തന്നെ നമ്മളിതാ ഈ ഒരു മൂടൽ മഞ്ഞിൽ കൂടി
കേരളത്തിൻ്റെ ബോർഡർ കിടക്കുകയാണ്. നേരെ നമ്മളുണ്ടല്ലോ മൈസൂരുവിലേക്ക് ഒരു യാത്ര പോവുകയാണ്. നമ്മൾ ഈ ഒരു നോർത്ത് കേരളയിലുള്ള ആളുകൾക്ക് ഒരു വീക്കെൻഡൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാഴ്ചകളൊക്കെ കണ്ടു വരാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മൈസൂരു കൂർഗ് ഏരിയ ആണ്. അപ്പോൾ രാവിലെ തന്നെ എത്താൻ വേണ്ടിയിട്ടാണ് അതിരാവിലെ പുറപ്പെട്ടത്. പക്ഷേങ്കിൽ പുറപ്പെടുന്ന സമയത്ത് ഇങ്ങനെ ഒരു കെണി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. നല്ല മൂടൽ മഞ്ഞ്, കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ. അങ്ങനെ ഏകദേശം ഒരു 9 മണിയോടെയൊക്കെ കൂടെ ഞങ്ങളിതാ മൈസൂരു ടൗണിലേക്ക് എത്തിച്ചേർന്നു. നിങ്ങൾക്കറിയാലോ, നല്ല മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ ഒരുപാട് ഗാർഡനുകളൊക്കെയുള്ള ഒരു പട്ടണമാണ് മൈസൂർ എന്ന് പറയുന്നത്. സുന്ദരമായിട്ടുള്ളൊരു പട്ടണമേ, ഒരുപാട് സർക്കിളുകളൊക്കെയുള്ള സ്റ്റാച്യൂസ് ഒക്കെയുള്ള ഒരു പട്ടണം കൂടിയാണ് നമ്മളുടെ ഈ ഒരു മൈസൂർ എന്ന് പറയുന്നത്. ആദ്യം വന്നപാടെ കണ്ട കാഴ്ച കണ്ടല്ലോ, മഞ്ഞ കളറിലുള്ള പശുക്കളാണ് കേട്ടോ, മഞ്ഞൾ വെച്ചതാണ്. പിന്നെ ആദ്യം ഞങ്ങൾ വന്നത് ഇവിടുത്തെ സൂയിലേക്കാണ്. മൈസൂർ സൂ അത്യാവശ്യം വലുതാണ്. അതുകൂടാതെ കുറേ കാണാൻ വേണ്ടിയിട്ട് മൃഗങ്ങളുണ്ട്. പിള്ളേരെ സംബന്ധിച്ച് ഈ ഒരു ഇങ്ങോട്ടേക്കുള്ള ഒരു യാത്ര അത് ഈ ചെറുപ്പത്തിൽ ഭയങ്കര രസകരമായിരിക്കും എന്ന് തോന്നിയിട്ടാണ് സൂ തന്നെ ആദ്യമേ ചൂസ് ചെയ്തത്. പിന്നെ മൈസൂർ വരുന്ന എല്ലാവർക്കും സൂ, അത് കഴിഞ്ഞിട്ട് വൃന്ദാവൻ ഗാർഡൻ, പിന്നെ പാലസ്, ദഹി പോകുന്നത് നേരെ പാലസിലേക്കാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് കേട്ടോ. ശരിക്കും ഒരു റുട്ടീനായിട്ടുള്ള നോർമൽ ഫാമിലിയുമായിട്ട് പോകാൻ പറ്റുന്ന ഒരു ട്രിപ്പ്. ഒറ്റ യാത്രയിൽ പല കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നോർത്ത് കേരളയിലുള്ള ആളുകൾ പ്രധാനമായിട്ടും മൈസൂരിനെ വീക്കെൻഡുകളൊക്കെ വരുമ്പം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ വൃന്ദാവൻ ഗാർഡനിലെ ആ ഒരു ഡാൻസിങ് ഫൗണ്ടനൊക്കെ നല്ല രസമാണ് കേട്ടോ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ശരിക്കും അവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ ഈ ഒരു മൈസൂരിലുണ്ട്. 10,000-കണക്കിന് ആളുകളാണ് കേട്ടോ മൈസൂരുവിലേക്ക് ടൂറിസ്റ്റുകളായിട്ട് ഒഴുകുന്നതെന്നുള്ള കാഴ്ച ഇവിടെ നിന്ന് തിരിച്ചുള്ള മടക്കത്തിൽ മനസ്സിലാവും. പിറ്റേന്ന് രാവിലെ ഞങ്ങളുടെ തിരിച്ചുള്ള വരവാണ്. ആ ഒരു വരവിൽ ഞങ്ങൾ ഇവിടുത്തെ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. രസമാണ്. പിള്ളേരെ കൃഷികളൊക്കെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ കർണാടകയിലെ ഗ്രാമത്തിലെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. കുറേ നാൾ ഇന്തോനേഷ്യയിലൂടെയൊക്കെ കറങ്ങിയതല്ലേ, എന്നാൽ ഇപ്പം നമ്മളുടെ നാട്ടിൽ വന്നതിന് ശേഷം പിള്ളേരുടെയൊക്കെ കൂടെ നാടൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ട്രിപ്പാണ് കേട്ടോ ഈ ഒരു കർണാടകയിലേക്കുള്ള മൈസൂരുവിലേക്കുള്ള യാത്രയെ. നാട്ടിലെത്തിയ എന്നെ തേടിയിട്ടുണ്ടല്ലോ ഒരു അതിഥി നാട്ടിലേക്ക് വന്നിരുന്നു. ഇതാണ് കേട്ടോ ജോയി ചേട്ടനെ. വർഷങ്ങളായിട്ട് നമ്മളുടെ വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഞാൻ നാട്ടിലെത്തി എന്നറിഞ്ഞിട്ട് എന്നെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. അതുകൂടാതെ പുള്ളിക്കാരൻ ഇനിയിപ്പോൾ കുറച്ച് നാൾ സ്വന്തം വണ്ടിയൊക്കെ എടുത്തിട്ട് ഓട്ടോ ഒക്കെ എടുത്തിട്ട് ഇന്ത്യ മൊത്തം കറങ്ങണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കൂട്ടിന് ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോകണം എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചാനലിൽ. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് എറണാകുളത്തൊക്കെ പോയി മടങ്ങി കോഴിക്കോട് എത്തിയതിന് ശേഷം ഉണ്ടല്ലോ വീണ്ടും നമ്മൾ മറ്റൊരു പുഴയിലേക്ക് പോവുകയാണ് കേട്ടോ. ശരിക്കും പിള്ളേർക്കൊക്കെ പുഴയിൽ കുളിക്കുക എന്നുള്ളത് വലിയ ആവേശമായി. വീട്ടിൽ പോയി അങ്ങനെ കുളിച്ചതിന് ശേഷം അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വൈകുന്നേരം കോഴിക്കോട് നിന്നും കരിയാത്തുംപാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ഓടിയിട്ടുണ്ടെങ്കിൽ എത്തും. അപ്പോൾ എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മളുണ്ടല്ലോ ടൗണിൽ നിന്ന് വിടുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിലും ചൂടും ആകെ മൊത്തം പരവേശം ആ ഒരു അവസ്ഥയായിരുന്നു. ഈ കരിയാത്തംപാറ എന്ന് പറയുന്ന ഭാഗമൊക്കെ മലയോര മേഖലയാണ്. അപ്പോൾ കൊടുവള്ളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മലയോര മേഖല അങ്ങോട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല അടിപൊളി മഴ പതുക്കെ പെയ്തു തുടങ്ങി കേട്ടോ. ആ ഒരു റബ്ബർ തോട്ടങ്ങളുടെയൊക്കെ നടുവിലൂടെ നമ്മൾ ഓടുന്ന സമയത്ത് എന്താ പറയുക, ആ ഒരു ചൂടിനെയൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മഴ നല്ല അതിഗംഭീരമായിട്ട് പെയ്തേ. ശരിക്കും കോഴിക്കോട് ടൗണിൽ നിന്നും മഴ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നതുപോലത്തെ ഒരു ഫീലായി. എന്തായാലും കുറേയേറെ നാളുകൾക്ക് ശേഷം മഴ കണ്ടതിൻ്റെ വലിയൊരു സന്തോഷം എന്തായാലും ഈ ഒരു യാത്രയിൽ കിട്ടിയേ. പടിക്കൽ വയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും മഴ അങ്ങോട്ട് നിന്നു. ഞങ്ങൾ അവിടെ ഇറങ്ങിയൊരു ഹോട്ടലിൽ നിന്ന് ചായക്ക് കടിയൊക്കെ വാങ്ങി. എന്തായാലും വിശക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും മുമ്പോട്ടേക്ക് വന്നപ്പോഴത്തേക്കും വലിയൊരു മലനിരയാണ് നമ്മൾ കണ്ടത്. പിന്നെ ഉണ്ടല്ലോ ഒരു ചുരം പോലെ, ചെറിയൊരു ചുരമാണ്, നല്ല അടിപൊളി പുതിയ റോഡൊക്കെ അവിടെയുണ്ട്. ആ ഒരു ചുരം കയറി നമ്മൾ മുകളിലോട്ടേക്ക് എത്തി. ശരിക്കും ഉണ്ടല്ലോ ആ ചുരം കയറി ചുരം ഇറങ്ങി കഴിയുമ്പോഴാണ് ഈ ഒരു കരിയാത്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുക. നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കക്കയം ഡാമൊക്കെ ഇല്ലേ, ആ ഒരു ഡാമൊക്കെ ഈ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഡാം സൈറ്റിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്, റിസർവോയറിൻ്റെ ഭാഗങ്ങളിലൊക്കെയാണ് ഈ പറയുന്ന കരിയാത്തുംപാറയുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെയാണ് അതിൻ്റെ രസം. അപ്പോൾ ഇവിടെ നിന്ന് മലയുടെ മേലെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡാം സൈറ്റ് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ തിരിച്ച് മല ഇറങ്ങി തുടങ്ങിയപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ വീണ്ടും മഴ പെയ്തു തുടങ്ങി. ചെറിയൊരു എന്താ പറയുക ഗ്രാമപ്രദേശം പോലത്തെ ഒരു മേഖലയാണ് ഈ ഒരു കരിയാത്തുംപാറ എന്ന് പറയുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം കുറച്ചധികം വണ്ടികളൊക്കെ ഉണ്ട്, ആളുകളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള ഒരു ഒരു റിസർവോയർ ഏരിയ. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കണം. 30 രൂപ അറൗണ്ടൊക്കെയാണ് വരുന്നത്. അതുകൂടാതെ ഇവിടെ കുളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ
പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഡാമിൻ്റെ മേഖല ആയതുകൊണ്ട് തന്നെ നല്ല ആഴമുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സൈഡിലോട്ടൊന്നും നമ്മൾ പോകരുത്. ആ കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങളാണെങ്കിലും വരുന്ന സമയത്ത്. പക്ഷേങ്കിൽ ആഴം കുറഞ്ഞ് നമുക്ക് പിള്ളേരെ കൊണ്ടൊക്കെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള മേഖലകളും ഇവിടെയുണ്ട്. അവിടെ ഇങ്ങനെ വള്ളിയൊക്കെ കെട്ടി തിരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഈ ഒരു സെക്യൂരിറ്റി ആയിട്ടുള്ള ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ നമ്മൾ പോകുവാണെങ്കിൽ അവർ പറയും അങ്ങോട്ടേക്ക് പോകരുത്, അപകടമാണെന്നൊക്കെ ഉള്ളത്. ചെറിയൊരു പുഴയുടെ ആ ഒരു ഭാഗം കടന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നു. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്. അമ്മയ്ക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് അമ്മ വരാണ്ട് നിന്നു. ഞങ്ങൾ പക്ഷേങ്കിൽ നേരെ ക്രോസ് ചെയ്ത് അപ്പുറം പോയി. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരുപാട് ആളുകളൊക്കെ അവിടെ കുളിക്കുന്നൊക്കെയുണ്ട്, കുട്ടികളൊക്കെ അവിടെ കുളിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ഞാൻ നിവേനയും ദൂനയും കൊണ്ട് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെന്നു. ഇനിയിപ്പം ഇവരുടെ കൂടെ കുറച്ചധികം നേരം വെള്ളത്തിൽ കളിക്കുകയാണ് കേട്ടോ. ശരിക്കും പിള്ളേരെയൊക്കെ സംബന്ധിച്ചും ഈ ഒരു ചെറുപ്രായത്തിലൊക്കെ വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അധികം സന്തോഷമുണ്ടാകുന്ന രസമുള്ളൊരു കാര്യമാണ്. നല്ലൊരു ഓർമ്മയൊക്കെ ആയിരിക്കും. ഇവയ്ക്കല്ല, ദുവിനൊക്കെ നല്ലൊരു ഓർമ്മയൊക്കെ ആയിരിക്കും ഒരു ടൈമിൽ. ഞങ്ങളങ്ങനെ കുറേ അധികം നേരം വെള്ളത്തിൽ കിടന്നു. ഞങ്ങൾ വെള്ളത്തിൽ കിടക്കുന്ന സമയത്തുണ്ടല്ലോ വീണ്ടും മഴ, അവിടെ മഴമേഘങ്ങളൊക്കെ മൂടി തുടങ്ങി. മഴയുടെ ലക്ഷണമൊക്കെ കണ്ടു. അതിനുശേഷം ഉണ്ടല്ലോ നല്ല അടിപൊളി തണുത്ത ഒരു മഴ പെയ്യാൻ തുടങ്ങി. ആ മഴയെ പെയ്തിട്ട് ഞങ്ങൾ നിർത്തിയൊന്നുമില്ല. ഞങ്ങൾ ആ ഒരു വെള്ളത്തിൽ കളി തുടർന്നുകൊണ്ടേ ഇരുന്നു കേട്ടോ. വെള്ളം നിർപ്പിക്കുക, ഫോണിൽ വെള്ളം നിർപ്പിക്കല്ലേ. നല്ല അടിപൊളി മഴയും ഇതുകൊണ്ട് ആ ഒരു മലയുടെ മേലെയൊക്കെ മഴയായിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും മഴ പെയ്യുന്ന സമയത്തെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സുഖമാണ്. താഴെ ഇറങ്ങി വാ, നീ വാ, നീന്ത. ആ മഴയും തണുപ്പും ആ ഒരു പുഴയിലെ കുളിയും ഒക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ തിരിച്ച് നേരെ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. ഇവിടെയുള്ള വരുന്ന ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഹോം സ്റ്റേകളും ചെറിയ റിസോർട്ടുകളൊക്കെ നമുക്ക് ഓൺ ദ വേയിൽ കാണാൻ പറ്റും. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ താമസിക്കാനുള്ള പ്ലാനൊന്നുമില്ല. നേരെ തിരിച്ച് കോഴിക്കോടിനാണ്. അതിന് ശേഷം ഉണ്ടല്ലോ പിറ്റേന്ന് ഞാൻ നേരെ ഹൈദരാബാദിലേക്കാണ് പോയത്. അവിടെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാനും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. ചെറിയ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഹൈദരാബാദിൽ വന്നത്. നേരെ തിരിച്ച് പിന്നീട് കോഴിക്കോടേക്ക് എത്തി. ചെറിയ കടല ഇതുപോലെ പേടിയുള്ള കോഴിക്കോട് ബീച്ചിലേക്ക് വന്നപ്പോഴാണ് ഇവിടുത്തെ ബോട്ടിങ്ങിൻ്റെ ഇത് നമ്മൾ കണ്ടത്. ഒരാൾക്ക് 150 രൂപ നമുക്ക് കടലിൽ പോയിട്ട് തിരിച്ച് വരാൻ പറ്റും. ശരിക്കും കോഴിക്കോടിന് ഇതുവരെയും കടലിൽ നിന്ന് കണ്ടിട്ടില്ല. എന്നാലും അതെന്തായാലും കാണാം. പിന്നെ കൂടാതെ ദുവിനൊരു പ്രത്യേക അനുഭവമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ നേരെ ആ ഒരു സ്പീഡ് ബോട്ടാണ്. അപ്പോൾ ആ ഒരു ബോട്ടിൽ കയറി നേരെ കടലിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മളെവിടെ പോകുന്നേ? എവിടെയാണ്? പതിവ് പോലെ അമ്മയ്ക്ക് പേടി തന്നെയായിരുന്നു കേട്ടോ കടലിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ബോട്ട് ഇളകുമെന്നാണ് അമ്മ പറഞ്ഞത്. അത്യാവശ്യം സേഫ്റ്റി മെഷേഴ്സൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു ബോട്ടിംഗ് ആണ്. അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീന്തൽ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. അതുകൊണ്ട് തന്നെ അധികം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോഴിക്കോട് ബീച്ചിൽ വരുമ്പോൾ ശരിക്കും നിങ്ങൾക്കും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാം. കോഴിക്കോടിനെ ഈ കടലിൽ നിന്നുള്ളൊരു കാഴ്ച അത് പ്രത്യേക രസമുള്ളൊരു കാഴ്ചയാണ്. പേടിയുണ്ടോ? ഇവന് പേടിയില്ല. ദൂരോട്ട് നോക്കിയാൽ മതി. ദൂരോട്ട് നോക്കിയാൽ മതി. അടുത്ത് നോക്കണ്ട, ദൂരെ നോക്ക്. അങ്ങനെ കുറച്ച് നേരം കടലിലൊക്കെ കറങ്ങി ശരിക്കും നല്ല രസമുള്ള അനുഭവമായിരുന്നു കേട്ടോ. നിങ്ങളും വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 150 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അതിനുശേഷം ഇനിയിപ്പോൾ നേരെ പോകേണ്ടത് നമ്മുടെ ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. നിങ്ങൾക്കറിയാലോ നമ്മുടെ കോഴിക്കോട് ബീച്ചിനോട് ചേർന്നിട്ട് ആ പണ്ടത്തെ ആ ഒരു തകരപ്പെട്ടി സംവിധാനമൊക്കെ എടുത്ത് മാറ്റിയിട്ട് നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള ഫുഡ് സ്ട്രീറ്റ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നതും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് അതിൽ നടക്കാനൊക്കെ ആയിട്ട്. കല്ലുമുക്കായും കൂന്തൽ വറുത്തതും സമൂസയും പഴംപൊരിയും അങ്ങനെ പല പല വിഭവങ്ങൾ ഇങ്ങനെ മൊരിയുന്നതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് നടക്കുമ്പോൾ കിട്ടും. ആ ഒരു ഈവനിങ് ടൈമിൽ ഇതിലേ നടക്കുന്നതും പിന്നെ കളർഫുൾ ലൈറ്റുകളും ഒക്കെ ആയിട്ട് പ്രത്യേക ഒരു വൈബ് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് കേട്ടോ കോഴിക്കോട് ബീച്ചിനിപ്പോൾ. ശരിക്കും ഇതേ രീതിയിൽ നല്ല രീതിക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ രസമായിരിക്കും. പിന്നെയുള്ള വരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ വേസ്റ്റുകളൊക്കെ ഈ നടക്കുന്ന ആ ഒരു പാതയിലേക്ക് വലിച്ചിടുന്ന ഒരു പരിപാടി ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും അതൊക്കെ കുറച്ചിട്ടുണ്ടെങ്കിൽ കുറേം കൂടി നല്ലതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ഡേ നമ്മളിതാ നമ്മുടെ മീനുക്കുട്ടീനെ ചെറിയ രീതിയിലൊന്ന് പണിക്ക് കയറിയിട്ടാണുള്ളത്. പുറകത്തെ ടയറൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ അടുത്തിരി ഇതൊക്കെയായിരുന്നു നമ്മളുടെ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ടുള്ള നാട്ടിലെ പരിപാടികളൊക്കെ. ദുബിന് പുഴയിൽ നീന്താൻ പോയതൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ടോ? നീന്തൽ പഠിച്ചോ? ഇനി എപ്പോഴാണ് പോകേണ്ടത് നമുക്ക് നീന്താൻ? 2 ഡേയ്സിലാ? നമുക്ക് പോവാം കേട്ടോ. പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഞാൻ അവിടെ നിന്നും അതായത് ഇന്തോനേഷ്യയിൽ നിന്നും തിരിച്ച് വന്നതിന് ശേഷം നാട്ടിൽ ഇമാതിരി പ്രശ്നങ്ങൾ കുറച്ചധികം ആ ഒരു പണയുടെ ഒക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ശരിക്കും വള്ളിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ യാത്രയിൽ തന്നെ എന്നെ വല്ലാതെ നല്ല രീതിക്ക് മാനസികമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടുകാർക്ക് വീട്ടിലിങ്ങനെയൊക്കെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവുക, നമ്മൾ വീടിരിക്കുന്ന സ്ഥലം ഇടിഞ്ഞു പോകുന്ന രീതിയിൽ ഇമാതിരി ശരിക്കും എന്നാ പറയുക വീട് കുളം തോണ്ടുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഇതെല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക, ഇതിനെതിരെ എന്നാലിപ്പം എന്താ പറയുക എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാനാണെങ്കിൽ വേറെ രാജ്യത്ത് അതൊക്കെ കൊണ്ട് തന്നെ കഴിഞ്ഞ യാത്രയിൽ അത്രയധികം ടെൻഷനൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ യാത്രകളൊക്കെ ചെയ്തത്. എന്നാലും തിരിച്ചു വന്ന് ഇപ്പോൾ അത് കേസൊക്കെ കൊടുത്ത് സ്റ്റേയിലാണുള്ളത്. പക്ഷേങ്കിൽ ഇവർക്കൊക്കെ എന്താ പറയുക ഇതുപോലുള്ള ജനവാസ മേഖലകളിലൊന്നും ഒരു തരത്തിലുള്ള ഖനനവും നമ്മളുടെ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ പൊതുവെ അംഗീകരിച്ചിട്ടുള്ള കാര്യമല്ല. ഇതെല്ലാം ഭയങ്കര ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവർക്കൊക്കെ എത്രമാത്രം ധൈര്യമാണ്, അത് നമ്മളോടൊന്നും ഒന്ന് പറയുക പോലും ചെയ്യാതെ ഇതൊക്കെ ചെയ്യാനുള്ള എത്രമാത്രം ധൈര്യമാണ് ഇവർക്കുള്ളത്. ഇവിടെ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നത്. നമ്മളുടെ അധികാരികളൊക്കെ ശരിക്കും എനിക്കറിയാൻ പാടില്ല, ഇതിനൊക്കെ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്. ശരിക്കും എന്താ പറയുക നമ്മളൊരു വീടൊക്കെ എടുത്തൊരു ഒരു വിദേശത്ത് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ആ വീട് കുഴിയിലായി പോകുന്ന രീതിയിലുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമസത്തിനൊക്കെ നമ്മുടെ നാട്ടിൽ സുരക്ഷിതത്വം ഇത്രമാത്രമൊക്കെ ഉള്ളോ എന്നൊക്കെ തോന്നിപ്പോവും. എന്തായാലും കേസ് കൊടുത്തതിന് ശേഷം കാര്യങ്ങൾ സ്ട്രോങ് ആണ്. അവരെന്തായാലും ഇനി മുതൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവരിടയ്ക്കൊക്കെ വന്ന് വില്ലേജ് ഓഫീസിൽ നിന്നാണെങ്കിലും തഹസിൽദാരൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് വന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. അത് അവിടെ ഇനിയിപ്പോൾ ഇല്ലീഗലായിട്ട് അവരാരും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ശരിക്കും ഭയങ്കര തൊല്ലയായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക എന്നെ മാനസികമായിട്ട് ശരിക്കും കുറേയധികം വീട്ടുകാരെ മൊത്തം അമ്മേനെയൊക്കെ ആണെങ്കിലും നല്ല രീതിക്ക് ബാധിച്ചു. അവരിങ്ങനെ പല ആളുകളെ കൊണ്ട് വിളിപ്പിക്കുക, പലരും വിളിക്കുക, ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടിയിലുള്ള വേറെ ആളുകളെയൊക്കെ വിളിപ്പിക്കുക, അവരെ കൊണ്ട് പറയിപ്പിക്കുക, സ്വരം മാറ്റി പറയിപ്പിക്കുക, ഒരു ഭീഷണിയുടെ സ്വരമൊക്കെ പോലെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും വീട്ടിലുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും ആണെങ്കിലും ശരി കുറച്ചൊന്നധികം പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ എന്തായാലും അത് സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത്. എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ അതായത് ഞാനിപ്പോൾ അത്യാവശ്യം മീഡിയയിലൊക്കെ നിൽക്കുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ ആളുകൾ അറിയും എന്നൊക്കെയുള്ള ബോധ്യമുണ്ടായിട്ടും ഇത്രയൊക്കെ കാര്യങ്ങൾ എന്നോട് ചെയ്യുകയാണെങ്കിൽ വളരെയധികം സാധാരണപ്പെട്ട ഒരാളുടെയൊക്കെ വീടുകളൊക്കെ ഇവർ ഈ നിമിഷം കൊണ്ട് കുളം തോണ്ടി എന്നുള്ളത് ചോദിച്ചാൽ പോരെ. കാര്യം എന്തായാലും ഇപ്പം അത് സ്റ്റോപ്പാണുള്ളത്. ഇനിയിപ്പോൾ എന്താ വരുന്നതെന്നുള്ളത് നമുക്ക് വരുന്ന വഴിക്ക് വെച്ച് കാണാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ യാത്രകൾ വീണ്ടും തുടങ്ങാൻ പോവുകയാണ്. ഇത്തവണയുണ്ടല്ലോ നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓസ്ട്രേലിയയുടെ ഒക്കെ മേലെയുള്ള പപ്പുവ ന്യൂഗിനിയുടെ ഒക്കെ ഇടയ്ക്കുള്ള ആ ഒരു ഭാഗങ്ങളിൽ അവിടെ ഒരുപാട് ഐലൻഡുകളുണ്ട്. ഞാൻ ആദ്യമേ ഇന്തോനേഷ്യയുടെ സുലാവസി എന്ന് പറയുന്ന ഐലൻഡിലേക്കാണ് പോകുന്നത്. ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ ചില പ്രത്യേക തരത്തിലുള്ള ട്രൈബിൽപ്പെട്ട ആളുകളും ചില പ്രത്യേക ഭൂപ്രകൃതികളും പ്രകൃതിയുടെ ചില പ്രത്യേകതകളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ തേടിയാണ് കേട്ടോ നമ്മൾ ഇനിയിപ്പം യാത്ര പോകാൻ പോകുന്നത്. ഈ വരുന്ന 30-ാം തീയതി ഞാൻ വീണ്ടും ഫ്ലൈറ്റ് കയറിയാണ്. അപ്പോൾ ഈ ഒരു സുലാവസി സൈഡിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് പറയാനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗങ്ങളിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്കറിയാലോ, എൻ്റെ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കോൺടാക്റ്റ് ചെയ്യാം. അതുകൂടാതെ മെയ് മാസത്തിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന നമ്മളുടെ മെന്തവായി ദ്വീപിലേക്കുള്ള ആ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ലിമിറ്റഡാണ്. 8 പേർക്കാണ് പോകാൻ പറ്റുന്നത്. അതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ 2 സ്ലോട്ട് കൂടി അവൈലബിൾ ഉണ്ട്. അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ കോൺടാക്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ വരാൻ കേട്ടോ. മെയ് 18 മുതൽ 23 വരെയാണ് ആ ഒരു യാത്ര നമ്മൾ പോകുന്നത്. പിന്നെ എന്താ വേറെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇനിയിപ്പം യാത്രാ വീഡിയോകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നു തുടങ്ങും. എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക. ദുവാ അപ്പം പോകണ്ടേ നമുക്ക്? പോവാം. സ്നേഹം മാത്രം. ബൈ ബൈ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.